കാഞ്ഞങ്ങാട്ടെ പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ നഗരത്തിലെ തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. എഴുത്തുകാരൻ അരുൺ എഴുത്തച്ഛൻ വിപുലീകരിച്ച പുതിയ സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ആവശ്യപ്പെടുന്ന ഏത് പുസ്തകവും എവിടെയായാലും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമാണ് കാഞ്ഞങ്ങാട്ടെ പുസ്തകവണ്ടി. ഇതിന്റെ ബുക്ക് കഫേയാണ് വായനക്കാരുടെയും സൗഹൃദങ്ങളുടെയും സൗകര്യം മാനിച്ച് നഗരത്തിലെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പഴയ കൈലാസ് തിയേറ്ററിന് എതിർവശത്തുള്ള മാൾ ഓഫ് ഇന്ത്യ ബിൽഡിംഗിൽ സജ്ജമാക്കിയ പുതിയ സ്റ്റാൾ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പറഞ്ഞു ഇൻസ്റ്റയൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമ്പോൾ വായന കുറയുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഫലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണല്ലോ. ഇൻസ്റ്റ വന്നപ്പോൾ ഇൻസ്റ്റയിൽ കുറേ പുസ്തകങ്ങൾ ഹിറ്റാവുന്നു. അത് ആളുകൾ ഫിസിക്കലി തന്നെ പുസ്തകമായിട്ട് വാങ്ങിക്കുന്നു. ആൾക്കാർ കിൻഡിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകം ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഹിറ്റാവുന്നതും ആ പുസ്തകം എന്നുള്ള ആ പ്രൊഡക്റ്റാണ് ഹിറ്റാവുന്നത്. ആ പുസ്തകം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഹിറ്റാവുന്നത്. അത് ശരിയോ തെറ്റുള്ള ചർച്ചയൊക്കെ വേറെ. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഗുണമുണ്ടായിരുന്നതാണ്, പുസ്തകങ്ങൾക്ക് കൂടി വായനയ്ക്കും കൂടി ഗുണമുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ കവയിത്രിയും അഭിനേത്രിയുമായ CP ശുഭ അധ്യക്ഷയായി. ശാന്തമ്മ, നാരായണിയമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. എഴുത്തുകാരായ ഡോക്ടർ അംബിക സുധർബാങ്ങാട്, രാജ്മോഹൻ നീലേശ്വരം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ ആശംസ നേർന്നു. മാൾ ഓഫ് ഇന്ത്യയുടെ ലിയാഖത്ത് അലിയിൽ നിന്നും MK ഗോപകുമാർ മാഷ് ബുക്ക് കഫേയുടെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകവണ്ടിയുടെ പ്രതിനിധി നബീൻ ഒടയഞ്ചാൽ ആമുഖ ഭാഷണം നടത്തി. ചന്ദ്രു വെള്ളരിക്കുണ്ട് നന്ദി പറഞ്ഞു. ആളുകളെ വായനയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ലക്ഷ്യത്തോടെ നബീൻ ഒടയഞ്ചാൽ, ജയേഷ് കൊടക്കൽ എന്നീ യുവാക്കളാണ് പുസ്തകവണ്ടി എന്ന ആശയത്തിന് രൂപം നൽകിയത്. വലിയ ലാഭമോഹങ്ങളില്ലാതെ കൂടുതൽ ആളുകളിലേക്ക് അധിക ഭാരമില്ലാതെ പുസ്തകങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന പുസ്തകവണ്ടിയുടെ പ്രഥമ പരിഗണന വായനക്കാർക്ക് തന്നെയാണ്. വായനക്കാർക്ക് നേരിട്ടെത്തി പുസ്തകങ്ങൾ പരിചയപ്പെടുവാനും വാങ്ങാനും വായിക്കാനും ഒക്കെയുള്ള ഒരിടം എന്ന നിലയിലാണ് ബുക്ക് കഫേ പുസ്തകവണ്ടി എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.